welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിൻ ഡേവിസ്, യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. അപ്പോൾ എന്താ പറയുക, എക്സാമിൻ്റെ ടെൻഷനിലൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. പക്ഷേ ടെൻഷൻ ഒന്നും വേണ്ട. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത്, നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിന് ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. സോ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മക്കളെ. കാരണം ഫിസിക്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് നമുക്ക് ഇമ്പ്രൂവ് ആവണം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്ത് കിട്ടിയോ അതിനേക്കാൾ കൂടുതൽ മാർക്ക് നമുക്ക് ഇപ്രാവശ്യം കിട്ടണം. അതിന് വേണ്ട എല്ലാ വീഡിയോസും നമുക്ക് ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം എന്തൊക്കെ സാധനങ്ങൾ വേണോ അതൊക്കെയും നമ്മുടെ ചാനലിലുണ്ട്. സോ മാക്സിമം എല്ലാ വീഡിയോസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം മക്കളെ. അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് എന്തായാലും ഇത്തവണത്തെ എക്സാം തകർക്കാതെ ഒരു നിവർത്തിയില്ല കേട്ടോ. ഓക്കെ, യെസ്. അപ്പം അഗെയിൻ വെൽക്കം ടു Vedantu മലയാളം ചാനൽ. ഇറ്റ്സ് മീ ലെറിൻ ഡേവിസ്, യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. ആൻഡ് ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് തന്നെ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിലും, എന്ത് പ്രോബ്ലം ഫേസ് ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയാം. അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് മീൻസ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്യുന്നതായിരിക്കും മക്കളെ. സോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോളൂ. നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മൾ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സോൾവ് ചെയ്യുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് നമുക്ക് സിലബസിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ വന്നത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. സോ യെസ്, അപ്പം അടിപൊളിയായിട്ട് സ്റ്റാർട്ടിംഗ് ഓൺവേഴ്സ് ഉഷാറായിട്ടിരിക്കുക. ഓക്കെ, യെസ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോഡി ഈസ് മൂവിംഗ് അലോങ് എ സർക്കുലർ പാത്ത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? സർക്കുലർ പാത്ത് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വർക്ക് to be done by the centripetal force. Okay, centripetal force provide ചെയ്യുന്ന work done എന്ന് പറയുന്നത് it is always zero. Okay, it is always zero. കാരണം എന്തുകൊണ്ടാണ്? യെസ്, ഡിസ്പ്ലേസ്മെന്റും സെൻട്രിപെറ്റൽ ഫോഴ്സും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആണ്. ഓക്കെ, സോ ദാറ്റ് നമുക്ക് വർക്ക് ഡൺ നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര വരാം? 0 ആയിരിക്കും വരുന്നത്. സോ മനസ്സിൽ ഇപ്പം തന്നെ എഴുതി വെക്കുക, സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0. ക്ലിയർ? യെസ്. അങ്ങനെ നമുക്ക് 1 മാർക്ക് കിട്ടി. സെക്കൻഡ്, ലൈറ്റ് ഇയർ ഇസ് ദ യൂണിറ്റ് ഓഫ് സിമ്പിൾ ഡിസ്റ്റൻസ്. അത് ഇഗ്നോർ ചെയ്യുന്നു നമ്മൾ. ഓക്കെ, നമുക്ക് അറിയാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റേറ്റ് ഹുക്സ് ലോ. ഹുക്സ് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് ചെയ്യാൻ എന്താ പറയേണ്ടത്? യെസ്, ബോഡി സ്ട്രെയിൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഇസ് വിത്തിൻ ആൻ ഇലാസ്റ്റിക് ലിമിറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. Otherwise we can write it as stress by strain which is equal to a constant. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ സ്റ്റേറ്റ് ചെയ്യുക. ഡൺ. ഹുക്സ് ലോ 1 മാർക്ക് നിങ്ങളുടെ കയ്യിലായി കേട്ടോ. ഓക്കെ, ഇപ്പൊ ഉഷാറായില്ലേ? കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കയറി വരുന്നില്ലേ? നെക്സ്റ്റ് വൺ ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. സിമ്പിൾ, പാസ്കൽസ് ലോ. ഓക്കെ, ആൻഡ് വേറെ ഏതൊക്കെയാണ് ഇതിന് നമ്മുടെ പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യാവുന്നത്? യെസ്, വേറെ നമുക്ക് പറയുന്നതാണ് ഹൈഡ്രോളിക് ബ്രേക്ക് അല്ലേ. അതുപോലെ തന്നെ ഡെപ്തിനനുസരിച്ചിട്ട്, ഓക്കെ, ഡെപ്തിനനുസരിച്ചിട്ട് നമുക്കറിയാം പ്രഷറിൽ വേരിയേഷൻ വരും. സോ അതിനനുസരിച്ചിട്ടുള്ള അപ്ലിക്കേഷൻസ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് പാസ്കൽസ് ലോ ഇസ് സിംപ്ലി whenever an external pressure is applied on a part of a fluid contained in a vessel, it is transmitted undiminished at equally in all directions. സോ ഇത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പാസ്കൽസ് ലോ ഒന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ഇത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ അടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് എക്സാമിന്, പാസ്കൽസ് ലോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് എന്താ പറയുക, മെമ്മറിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എഴുതി വെച്ചതേ ഉള്ളൂ. അത് എഴുതണ്ട. പാസ്കൽസ് ലോ എന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. കാരണം നിങ്ങളുടെ വെയിറ്റേജ് വരുന്നത് 1 മാർക്കാണ് കേട്ടോ. ആൻഡ് വാട്ട് ഈസ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ എന്താ? സിമ്പിൾ ആണ് അല്ലേ. സോളിഡിൽ നിന്നും വേപ്പർ സ്റ്റേറ്റിലോട്ട്, ഓക്കെ, വേപ്പർ സ്റ്റേറ്റിലോട്ടുള്ള ട്രാൻസിഷൻ ആണ് അല്ലെ. ട്രാൻസിഷൻ ആണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പ്രത്യേകത? യെസ്, ലിക്വിഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ. സോളിഡിൽ നിന്നും ഡയറക്ട്ലി വേപ്പർ ആവുകയാണ്. അവിടെ ലിക്വിഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവുന്നില്ല. അതിനെയാണ് നമ്മൾ പറയുന്നത് സബ്ലിമേഷൻ. ദ ട്രാൻസിഷൻ ഓഫ് സോളിഡ് ഫേസ് ഇൻടു gaseous phase is sublimation. The matter does not undergo a liquid phase during this phase transition. Important ആണ്. ലിക്വിഡ് ഫേസിലോട്ടുള്ള ട്രാൻസിഷൻ ഉണ്ടാകുന്നില്ല. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്, കോൺഫിഡൻസ് ബൂസ്റ്റ് അപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലൈക്സും കമന്റ്സും ഒക്കെ ആയിട്ട് തരാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി ബോ.
തെറ്റാണ് അല്ലേ? ഫോൾസ് ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താ? ടി ഈസ് ഈക്വൽ ടു 2π√L/G. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? യെസ്, സ്ട്രിങ്ങിന്റെ ലെങ്ത് അല്ലേ? നമ്മുടെ സിമ്പിൾ പെൻഡുലം കണക്ട് ചെയ്തിട്ടുള്ള ആ സ്ട്രിങ്ങിന്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? നമ്മുടെ ജീനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സിനെ മാത്രമാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ആ റിലേഷൻ എങ്ങനെ പറയാം നമുക്ക്? ടി ഈസ് പ്രൊപ്പോർഷണൽ ടു L⁻²1/2 അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം L/G. ഓക്കെ, യെസ്, ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ആ ഒരു സംഭവം മറക്കരുത്, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇക്വേഷൻ മാസ് ഓഫ് ദി ബോബിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. സിമ്പിൾ, നമുക്ക് ടോർക്ക് 0 ആണ്. ടോർക്ക് 0 ആണ്, എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെന്നുണ്ടെങ്കിൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ? ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് വാല്യൂ. ക്ലിയർ അല്ലേ? ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം സ്റ്റേറ്റ്സ് ദാറ്റ് when there is no external torque, okay, അവിടെ external torque ഇല്ല, 0 ആണ് വാല്യൂ, എങ്കിൽ the total angular momentum remains conserved അല്ലെങ്കിൽ remains constant. ക്ലിയർ അല്ലേ? അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ഈ രണ്ട് സാധനങ്ങൾ, ടോർക്ക് 0 എന്നുള്ളതും L is equal to constant എന്നുള്ളതും, ഈ രണ്ട് സാധനങ്ങളും അതിൽ വരണം. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പം ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ വരുന്നുണ്ടോ അല്ലേ? യെസ്, അപ്പൊ നമ്മൾ പഠിച്ചതൊക്കെ ഉഷാറായിട്ട് തന്നെ നമ്മുടെ തലയിൽ ഇരിപ്പുണ്ട്. സോ ഡോണ്ട് വെറി, എന്താ പറയാ, കോൺഫിഡൻസ് ഒന്നും പോവണ്ട, ഫുൾ ഓൺ എനർജി, ഫുൾ ഓൺ സെറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. ഇനിയും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങളെ എക്സാമിന് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ കപ്പാസിറ്റിയിൽ, ഫുൾ കപ്പാസിറ്റിയിൽ നിങ്ങൾ അവിടെ എത്തിച്ചിരിക്കും. സോ ഓരോ വീഡിയോസും കൃത്യമായിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആൻഡ് പിന്നെ ഒരു ചാപ്റ്റർ പോലും ഇതുവരെ തിരിഞ്ഞു നോക്കാതെ ഇത് മാത്രം കണ്ടാൽ മിസ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നല്ല മാർക്ക് കിട്ടാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് ഒക്കെ ഫൈൻ ആണ് അല്ലേ? നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് ഈ പറയുന്ന വീഡിയോസ് ഒക്കെ സെറ്റാണ്. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ എന്താ പറയുക ഫസ്റ്റ് ടൈം എക്സാം എഴുതിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിനെക്കാട്ടിലും കൂടുതൽ പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് കിട്ടണം. ഓക്കെ, ആൻഡ് ഓൾസോ ഇത്തവണത്തെ എക്സാം ഈസി ആകട്ടെ. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് മാർക്ക് കിട്ടാത്ത വിഷമമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നത്. സോ ഇത്തവണത്തെ എക്സാം വളരെ ഈസി ആകട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിച്ചു പോവാണ്. ഓക്കെ, യെസ്. Name 4 fundamental forces in nature: gravitational force, electromagnetic force, strong nuclear force, weak nuclear force. ഓക്കെ, അതൊക്കെ ഞാൻ വിടുവാണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കെ, സോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമുക്കറിയാം, ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അല്ലെ, ഡെൽറ്റ ടി ടെൻസ് ടു 0 ആകുന്ന അത്രയും ചെറിയ ടൈം ഇന്റർവെല്ലിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ ടൈമിലെ വെലോസിറ്റിയാണ് ഇൻസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെ. ഇനി ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാലോ, ദ റേഷ്യോ ബിറ്റ്വീൻ ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, ഓക്കെ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇതാണ് നമ്മുടെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ രണ്ടും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ രണ്ടും സ്റ്റേറ്റ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ എഴുതുക. ആൻഡ് ഓൾസോ ഇവിടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? യെസ്, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം അത് മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നതോ ഡിസ്പ്ലേസ്മെന്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് സെയിം ആയിരിക്കും, അല്ലെ കോൺസ്റ്റന്റ് ആയിരിക്കുന്നിടത്തോളം കാലം അതിലെന്തുണ്ടാവത്തില്ല, ചേഞ്ച് ഉണ്ടാവത്തില്ല കേട്ടോ. സോ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ആൻഡ് യെസ്, ഇവിടെ നമുക്ക് വി ഇൻസ്റ്റന്റും വി ആവറേജും തന്നിട്ടുണ്ട്. വി ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇൻസ്റ്റന്റേനിയസ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ യെസ്, ഒന്നുകിൽ നമുക്ക് ds/dt അല്ലെങ്കിൽ നമ്മൾ ചിലരിപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക dx/dt ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് മേ ബി, ദിസ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ? യെസ്. സ്റ്റേറ്റ് വർക്ക് എനർജി തിയറം. ഓക്കെ, ഒന്നുമില്ല, വർക്ക് ഡൺ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാ പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഈ ഒരു കുഞ്ഞു ഡെറിവേഷനും കൂടെ നമുക്ക് പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് ചെയ്യാം. ഇതിൽ അതിന്റെ ആവശ്യമില്ല, സ്റ്റേറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. സ്റ്റേറ്റ് ചെയ്ത് വെച്ചാൽ മതി, 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇത് പറയുവാണ്, കാരണം ഏതെങ്കിലും രീതിയിൽ ഒന്ന് തിരിഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. സോ നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഫോഴ്സിന് ഞാൻ MA എന്ന് എഴുതി. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിന് എന്റെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്ന v² - u² വിച്ച് ഇസ് ഈക്വൽ ടു 2as എന്ന് പറഞ്ഞ് പഠിക്കും. ആ എസിന് പകരം ഞാനിവിടെ d കൊടുക്കുവാണ് കേട്ടോ. ഓക്കെ, യെസ്, നമ്മൾ ഇവിടെ d എഴുതിയതുകൊണ്ട് ഞാൻ ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന് d എന്ന് കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ v² - u² ഡിവൈഡഡ് ബൈ 2a വിച്ച് ഇസ് ഈക്വൽ ടു d അല്ലേടാ. സോ ഞാൻ ഇവിടെ MA ഫോഴ്സ് കഴിഞ്ഞു, ഇനി ഡിക്ക് പകരം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. v² - u² ഡിവൈഡഡ് ബൈ 2a. ക്ലിയർ? യെസ്.
ഇനി അടുത്തത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? യെസ്, ഞാൻ ഇവിടെ നോക്കി കഴിഞ്ഞപ്പം ഒരേ ഇവിടെയുണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്താ വന്നത്? m ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? യെസ്, 1/2 പുറത്തേക്ക് എടുത്തു. എം ഓൾറെഡി പുറത്തുണ്ട്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ അല്ലേ? യെസ്, ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? യെസ്, ഹാഫ് എം ഇൻറ്റു ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വി സ്ക്വയർ മൈനസ് അഗെയിൻ ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ. ക്ലിയർ അല്ലേ? യെസ്, ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞ എന്താണ്? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ദിസ് മീൻസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ വർക്ക് ഡണ്ണിൽ നമ്മൾ തുടങ്ങി എത്തിച്ചേർന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയിലോട്ടാണ്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കുഞ്ഞു ഡെറിവേഷൻ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് ഒരു 1/2 മാർക്ക് പോലും കളയാതെ വൃത്തിയായിട്ട് 2 മാർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഉള്ളവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിക്കാട്ടോ. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. സോ യെസ് ഗൈസ്, യെസ്, ഡിഫൈൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, സോ ഒരു ലിക്വിഡ് സോളിഡ് ആയിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കുവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോളിഡും അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡിന് എവേ. ഓക്കെ, അതായത് ദ ടാൻജന്റ് ടു ദ ഫ്രീ സർഫസ്. ഓക്കെ, ടാൻജന്റ് ടു ദ ഫ്രീ സർഫസ്. ഈ 2 ആംഗിൾ, അതായത് സോളിഡിനും ഈ ടാൻജന്റിനും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. വെൻ എ ലിക്വിഡ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് എ സോളിഡ്, the angle between the tangent drawn to the free surface of the liquid and the surface of the liquid at the point of contact measured inside the liquid is called angle of contact. Clear? All set? Yes. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായി എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്നുള്ളത്. അത് പഠിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് യെസ്, വൈ ഡു മെറ്റൽ യൂട്ടൻസിൽസ് ഹാവ് വുഡൻ ഹാൻഡിൽസ്? കോമൺ സെൻസ് അല്ലേ? യെസ്, നമ്മൾ അടുക്കളയിലൊക്കെ കാണുന്നതാണ് അല്ലേ? ഇപ്പം നമ്മൾ ചില സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, ചിലരൊക്കെ എന്താ പറയുക, ഇപ്പം നല്ല ഈ മെറ്റൽ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ചില പാത്രങ്ങളൊക്കെ മെറ്റൽ തന്നെയായിരിക്കും. അപ്പം നമ്മുടെ അമ്മമാർ ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഹോൾഡ് ചെയ്യാനുള്ള സാധനം വെച്ചിട്ട് വെക്കും, അല്ലെങ്കിൽ തുണി വെച്ചിട്ടൊക്കെ നമ്മൾ പാത്രങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? യെസ്, അത് ചൂടാണ് അല്ലേ? അപ്പം നമുക്കറിയാം മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് കണ്ടക്ടർ ആണ് അല്ലെ? ഹീറ്റിനെ നല്ല രീതിയിൽ കടത്തിവിടും. സോ ചൂടാകുമ്പോൾ എന്താവും? ഇതെല്ലാ സ്ഥലത്തിലോട്ടും ചൂടാവും. ഇനി പ്രത്യേകിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, നമ്മൾ കിച്ചണിൽ അധികം കയറാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ചിലപ്പം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ചൂടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും? യെസ്, നമ്മുടെ ഏതെങ്കിലും സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് അത് എടുക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളുന്നത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം അതാണ് പറയുന്നത്, നമ്മുടെ മെറ്റൽ എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. പക്ഷേ നമുക്കറിയാം എന്താ പറയുക, വുഡ് അല്ലെ, മരം എന്താണ്? യെസ്, ഹീറ്റിനെ കടത്തിവിടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം പാത്രങ്ങളിലെ ഹാൻഡിൽസ് ഒക്കെ എന്താ പറയുക, ഈ പറയുന്ന പോലെ മരവോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ഒക്കെ ആക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈയൊന്നും പൊള്ളാതെ സേഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന യൂട്ടൻസിൽസ് ഒക്കെ നമുക്ക് സേഫ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഫ് വി ടച്ച് ദം ഇൻ വാം കണ്ടീഷൻ, നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ എന്താവും? യെസ്, വി നോ ദാറ്റ് ദ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഗെറ്റ് എക്സ്ട്രീംലി ഹീറ്റ്. Okay, that's why to prevent this, handles are made of wood and plastic because they are bad conductors of heat. So we can handle utensils even it is in hot condition. All set? Clear? Yes. Next one is state law of equipartition energy. So equipartition energy പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയുവാണ്, thermal equilibrium. ഓക്കെ, തെർമൽ ഇക്വിലിബ്രിയം. എന്താണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ട് സിസ്റ്റം എന്താ പറയാ, ഈ പറയുന്ന പോലെ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്? യെസ്, 2 സിസ്റ്റം ഉണ്ട്. ഈ 2 സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെങ്കിൽ അവിടെ എന്തായിരിക്കണം? യെസ്, നോ ഹീറ്റ് ഫ്ലോ അല്ലെ? അവിടെ ഹീറ്റിന്റെ ഫ്ലോ ഉണ്ടാവരുത്. അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവാൻ പാടില്ല? തെർമൽ എനർജിയുടെ ഫ്ലോ ഉണ്ടാവാനായിട്ട് പാടില്ല. ക്ലിയർ അല്ലേ? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, 2 സിസ്റ്റങ്ങൾ തെർമൽ ഇക്വിലിബ്രിയത്തിൽ നിന്നാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ രണ്ടിനും ഇടയിൽ എന്തുണ്ടാവാൻ പാടില്ല? ഹീറ്റ് ഫ്ലോ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം രണ്ടിന്റെയും തെർമൽ എനർജി ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഹീറ്റ് ഫ്ലോ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം രണ്ടിടത്തും തെർമൽ എനർജി സെയിം ആയിരിക്കണം. ഇനി അടുത്തത് ഞാനൊരു ടേമും കൂടെ പറയാണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലരൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. യെസ്, എന്താണ്? The number of ways the molecule, one second, yes, the molecules of a gas can rotate or move, or we can say vibrate.
ഓക്കെ, ഇതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേസ് ദാറ്റ് മോളിക്യൂൾ ഓഫ് എ ഗ്യാസ് ക്യാൻ റൊട്ടേറ്റ്, മൂവ് ഓർ വൈബ്രേറ്റ്. അപ്പം ഈ 2 ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ എനർജിയിലോട്ട് പോവാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ ഡൈനാമിക്കൽ സിസ്റ്റം ഇൻ തെർമൽ ഇക്വിലിബ്രിയം ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ഇസ് ഷെയർഡ് ഈക്വലി ബൈ ഓൾ ദി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുവാണ്. അതായത് ഇപ്പം നമ്മുടെ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ, ഓക്കെ, ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ എന്ന് പറയുന്നത് which is equal to 3/2 T അല്ലെ. കെ എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഇനി ഒരു മോണോ ആറ്റോമിക് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രയാടാ? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് കൈനറ്റിക് എനർജി ഫോർ 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഓക്കെ, ഒന്നിന്, ഓക്കെ, ഫോർ ഈച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര വരും? യെസ്, ഒരെണ്ണത്തിന് ഹാഫ് KT വരും അല്ലെ. ഹാഫ് KT, അതായത് 3/2 KT ഡിവൈഡഡ് ബൈ 3 which gives half KT. ഇതാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ദ എനർജി അസോസിയേറ്റഡ് വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ അല്ലേ? 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരുന്നു? എനർജി അസോസിയേറ്റഡ് വിത്ത് 1 അല്ലെങ്കിൽ ഈച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ക്ലിയർ അല്ലേ? ഓൾ സെറ്റ്? യെസ്. അപ്പം എന്താണ് ഇക്വിപാർട്ടീഷൻ എനർജി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സിമ്പിൾ ആണ്. ഫസ്റ്റ് നമ്മൾ എന്താ പറയുക? തെർമൽ ഇക്വിലിബ്രിയം എന്താണ്? തെർമൽ ഇക്വിലിബ്രിയം എന്താ? ജസ്റ്റ് നിങ്ങൾ ആ വെള്ള കളറിൽ കാണുന്ന മാത്രം എഴുതി വെച്ചാൽ വേണ്ടിയിട്ട്, ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ മറന്നു പോയതുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് കേട്ടോ പറയുന്നത്. സോ തെർമൽ ഇക്വിലിബ്രിയം, 2 സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെങ്കിൽ അവിടെ ഹീറ്റ് ഫ്ലോ ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതായത് ഒരു മോളിക്യൂൾ, ഒരു ഗ്യാസ് അല്ല മോളിക്യൂൾസിന് എത്രത്തോളം ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് മോഡ്സിൽ അവർക്ക് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. സോ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഇക്വിപാർട്ടീഷൻ തിയറി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും ഈക്വലി ഷെയർഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ടോട്ടൽ 3/2 KT ആണ് ടോട്ടൽ എനർജി എങ്കിൽ അവിടെ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉള്ളതെങ്കിൽ ഓരോന്നിനും എന്തുണ്ടായിരിക്കും? ഹാഫ് KT, ഹാഫ് KT, ഹാഫ് KT. ക്ലിയർ? ഓൾ സെറ്റ്? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്തവർ ഇനി ലൈക്ക് ചെയ്യണ്ട കേട്ടോ. യെസ്. ഇനി അടുത്തത്, റൈറ്റ് ദ ഇക്വേഷൻ ഫോർ സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. സോ ഇവിടെ നമുക്ക് ഇക്വേഷൻ അറിയാം, V is equal to √T/μ ആണ് അല്ലെ. ഇതിൽ V എന്ന് പറഞ്ഞ എന്താണ്? V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് ദി വേവ് അല്ലെ, വെലോസിറ്റി ഓഫ് ദി വേവ് ആണ്. ഇനി T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്, ഓക്കെ, ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആണ്. നെക്സ്റ്റ് വൺ മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മീൻ ചെയ്യുന്നത്? യെസ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ അല്ലെ. കൃത്യമായിട്ട് എന്താണ് ഇതിൽ പറയുന്ന ഓരോ ഡാറ്റ എന്നും കൂടെ എഴുതി വെക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? യെസ്, 2 മാർക്സ് വെയിറ്റേജ് വരുന്ന ക്വസ്റ്റൻ ആണ്. സോ ഇതിലെല്ലാം എഴുതി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. സോ V is equal to √T/μ ആണ്. V is the velocity of the wave, T is the tension in the string and μ is the mass per unit length. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ ആണെന്ന് ജസ്റ്റ് നിങ്ങൾ ചാറ്റിൽ ഒന്ന് പറയണം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് ബോഡി പ്രൂവ് ദാറ്റ് S is equal to ut plus half at square, v square is equal to v0 square plus 2x, അല്ലെങ്കിൽ നമുക്ക് പറയാം u square plus 2ax. ഇനി ഇതിലും കൂടുതൽ എന്താ നമുക്ക് വേണ്ടതല്ലേ? ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന ഏറ്റവും വലിയൊരു ഡെറിവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഏറ്റവും ആദ്യം പഠിക്കുന്ന വലിയ ഡെറിവേഷൻ, ആൻഡ് ഈ ഡെറിവേഷൻ നമുക്ക് മുന്നേ അറിയുന്നതുകൊണ്ട് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും നല്ല മാർക്കോട് കൂടെ നമുക്ക് നല്ല മാർക്ക് കിട്ടാവുന്ന ഒരു ഡെറിവേഷൻ ആണ്. സോ നമുക്ക് തുടങ്ങാം. നമുക്കറിയാം, നമുക്ക് ഇപ്പം ഒരു ഗ്രാഫ് ഉണ്ട് നമുക്ക്. സോ ഇവിടെ നമ്മൾ വെലോസിറ്റി പ്ലോട്ട് ചെയ്തു, ഇവിടെ നമ്മൾ ടൈം പ്ലോട്ട് ചെയ്തു. വരയ്ക്കുമ്പോൾ നീറ്റായിട്ട് സ്കെയിലും പെൻസിലും എടുത്ത് തന്നെ വരയ്ക്കാട്ടോ. എനിക്കിവിടെ സ്കെയിലും പെൻസിലും വരയ്ക്കാനായിട്ടുള്ള സമയവും ഇല്ല. കാരണം നമുക്കറിയാലോ, നമുക്ക് ഒരുപാട് വീഡിയോസ് ഇന്ന് തന്നെ എൻ്റെ ത്രോട്ടൊക്കെ കംപ്ലീറ്റ്ലി പോയിരിക്കുവാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഒരു സമയത്ത് ഒരു ഇതിൽ പോലും അയ്യോ ഇത് ഈ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുതെന്നുള്ള ഒരൊറ്റ കൺസേണിലാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഈ ഒരു വൃത്തി നോക്കരുത്. നിങ്ങൾ വരയ്ക്കുമ്പം കൃത്യമായിട്ട് സ്കെയിലും പെൻസിലും ഒക്കെ എടുത്തിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. യെസ്. അപ്പം നമ്മുടെ കർവ് വരുന്നതായി ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചിട്ടുള്ള അല്ലേ, S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നോക്കാം നമുക്ക്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, ഓക്കെ, ഏരിയ അണ്ടർ ദി
VT കർവ് ആണെന്ന് നമുക്കറിയാം അല്ലേ, ഏരിയ അണ്ടർ ദി VT കർവ് ആണെന്ന് നമുക്കറിയാം. സോ സിമ്പിൾ ആണ്, ഈ ഒരു എന്താ പറയുക കർവിന് അണ്ടറിലുള്ള ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ നമ്മുടെ ഫോക്കസിന് അവിടെയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, യെസ് ഈ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഈ ഏരിയയിൽ ഞാൻ എന്ത് ചെയ്തു, യെസ് ഇതിന് ഞാനിങ്ങനെ എന്താ പറയുക പാർട്ടാക്കി. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ഭാഗവും ഇതാണ് എൻ്റെ സെക്കൻഡ് പോർഷനും. അപ്പോൾ ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു ട്രയാങ്കിളാണ്. അപ്പം അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഏരിയ വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് BH ആണ്. ആൻഡ് ഇത് എനിക്കൊരു കിട്ടിയത് ഒരു റെക്ടാങ്കിളാണ്. സോ എനിക്ക് പറയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതിന്റെ രണ്ടിന്റെയും സമ്മാണ്, അതായത് ഫസ്റ്റ് ട്രയാങ്കിളുടെ ഏരിയയും അതുപോലെ തന്നെ റെക്ടാങ്കിളുടെ ഏരിയയും കൂടെ സം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പൊ ഞാൻ ചെയ്യാൻ പോവാണ് S is equal to എന്തായിരുന്നു, യെസ് ഹാഫ് ഇൻറ്റു ഇവിടെ ഞാൻ ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി U ആയിട്ടും ആൻഡ് ദിസ് ഇസ് ആക്ച്വലി T ആൻഡ് നമ്മുടെ ഇത്രയും വെലോസിറ്റി എന്ന് പറയുന്നത് V ആയിട്ടും കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാഫ് B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, യെസ് ബേസ് ആണ് അല്ലെ. ബേസ് ഇവിടെ എന്താ വരുന്നത്, യെസ് ദിസ് തിങ് അല്ലെ, അതെന്തായിരുന്നു ടൈം ആണ്. ഇനി അടുത്തത് H എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ H ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ അല്ലെ, ദിസ് ഇസ് അവർ ട്രയാങ്കിൾ. ഓക്കെ, അത് പുറത്തേക്കും പോയല്ലോ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈ ട്രയാങ്കിളുടെ H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താടാ, ദാ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് H എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്കറിയാം, അതായത് ഇത്രയും ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ് നമുക്കറിയാം എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ വരുന്നത് V ആണ്. സോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്തായിരിക്കും, V മൈനസ് U ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ T കൊടുത്തു. ഇനി അടുത്തത് Hന് പകരം ഞാൻ എന്ത് കൊടുക്കുവാണ്, V മൈനസ് U എന്ന് ഞാൻ കൊടുത്തു. ഇനി പ്ലസ് എന്താണോ ഉള്ളത്, പ്ലസ് ആരാ ഉള്ളത്, നമ്മുടെ U ഇൻറ്റു T അല്ലെ, UT ആണുള്ളത്. സോ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്, UT പ്ലസ് ഹാഫ് V മൈനസ് U ഇൻറ്റു T. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് അറിയാലോ. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിരുന്നു, യെസ് V മൈനസ് U വിച്ച് ഇസ് ഈക്വൽ ടു AT അല്ലേ. അപ്പൊ ഞാനിവിടെ V മൈനസ് U ഉണ്ടല്ലോ, ആ V മൈനസ് യുവിന് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ്, AT എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ UT പ്ലസ് ഹാഫ് ഇൻറ്റു AT, അഗൈൻ ഇവിടെ ഒരു T ഉണ്ട്, സോ ഇൻറ്റു T. ക്ലിയർ അല്ലേ? സോ S is equal to UT plus half AT square. സോ നമ്മൾ എന്ത് ചെയ്തു, യെസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത്. ക്ലിയർ, ഓൾ സെറ്റ്. ഇനി അടുത്ത നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്തായിരുന്നടാ, V square which is equal to V0 square plus 2AX. ഓക്കെ, ക്വസ്റ്റനിൽ V0 square ആണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ U ആണ് പഠിച്ചിട്ടുള്ളത് വെച്ചിട്ട് എഴുതരുത് കേട്ടോ. ക്വസ്റ്റനിൽ എന്താണോ ടേംസ് തന്നിട്ടുള്ളത് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, യെസ്. അപ്പം V square is equal to V0 square plus 2AX ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. സോ അഗെയിൻ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ അനുസരിച്ചിട്ട് V is equal to U plus AT ആണ്. അതിൽ നിന്ന് ഞാൻ Tക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം, V minus U. ഓക്കെ, V minus U divided by A എന്നുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇനി അടുത്ത ഞാൻ കണ്ടുപിടിക്കുന്നത് ആവറേജ് വെലോസിറ്റി which is equal to V plus U by 2. ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്. ക്ലിയർ? ഇനി S is equal to എന്താ, ആവറേജ് വെലോസിറ്റി ഇൻടു ടൈം അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻടു ടൈം അല്ലേ. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V plus U by 2. ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V minus U by A. ക്ലിയർ? സോ നമുക്ക് മേൾഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം V plus U into V minus U. ഓക്കെ, V plus U into V minus U. ദാറ്റ് മീൻസ് നമ്മുടെ A plus B into A minus B. സോ നമുക്ക് എഴുതാം V square minus U square divided by 2A which is equal to yes. സോ ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്, V square minus U square which is equal to 2AS. നമ്മുടെ ഇക്വേഷൻ എന്താ, യെസ് സോറി ഇവിടെ ഞാൻ വന്നപ്പോഴത്തേന് U ഒക്കെ ആയിപ്പോയല്ലേ. സോ V0 കേട്ടോ. ഓക്കെ, ഇതാ പറഞ്ഞത് തെറ്റിക്കരുതെന്ന്. ഓക്കെ, V0 again V0. ഓക്കെ, again ഇവിടെയും V0. ഓക്കെ, ക്ലിയർ? യെസ്, ഇനി തെറ്റിക്കൂല കേട്ടോ. അപ്പം V square minus V0 square. ഓക്കെ, നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ V square which is equal to ഈ V0 സ്ക്വയറിനെ ഞാൻ അപ്പുറത്തേക്ക് എടുത്തു. സോ V0 square plus 2AS എന്ന് വരും. ഓക്കെ അല്ലേ? ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ, ഓൾ സെറ്റ്? യെസ്, ഇതുപോലെ മിസ്റ്റേക്ക് ചെയ്യരുത് കേട്ടോ. നമ്മൾ എന്താണോ നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അതിലോ ആ വാല്യൂ തന്നെ നമ്മൾ വെക്കണം കേട്ടോ. സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. കൂടുതലൊന്നും പറയണ്ടല്ലോ. സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യെസ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫോഴ്സ് അപ്ലൈഡ് ടു ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം.
ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. സോ സിമ്പിൾ ആയിട്ട് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എഫ് ഇസ് ഈക്വൽ ടു dp ബൈ dt. ഇനി ഇതിന്റെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം P is equal to എന്തായിരുന്നു, P is equal to mv ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, യെസ് ഇവിടെ എഫില് d ബൈ dt ഓഫ് mv ചെയ്യാം. ഓക്കെ അല്ലേ, അതിൽ എം കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ എമ്മിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ dv ബൈ dt വരും. dv ബൈ dt എന്ന് പറഞ്ഞാൽ എന്താ, ആക്സലറേഷൻ. സോ ma. സോ നമ്മൾ എന്താ പറയാ, പ്രൂവ് ചെയ്തു എഫ് ഇസ് ഈക്വൽ ടു ma. ഓക്കെ അല്ലേ, യെസ്. Okay, അടുത്ത question. Derive the expression for maximum speed of a car on a banked road considering friction. So, image, okay, ഈ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 1 മാർക്ക് കിട്ടും കേട്ടോ. ആ 1 മാർക്ക് കളയരുത്. ഫിഗർ കിട്ടിയാലാണ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഡിറൈവ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഫിഗർ ഒരിക്കലും എഴുതാതിരിക്കരുത് അല്ലെങ്കിൽ വരയ്ക്കാതിരിക്കരുത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഫിഗർ വരയ്ക്കണം കേട്ടോ. യെസ്, അതിന് നിങ്ങൾക്ക് മാർക്കുണ്ട്. അപ്പൊ ഞാനിവിടെ ഈ ഫിഗറിൽ നിന്ന് ഞാൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് അല്ലെ, ബാങ്ക്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൈൻഡ് ആണ് അല്ലെ, ഒരു സൈഡ് ഉള്ളിലോട്ടും മറ്റേ സൈഡ് കുറച്ച് പൊങ്ങിയിട്ടായിരിക്കും. സോ ആ ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ നിന്നും തീറ്റ ആംഗിൾ ആണ് ഈ ഒരു ഇൻക്ലിനേഷൻ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞിരിക്കുന്നത്, തീറ്റ ആംഗിൾ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കറിയാം നേരെ നമ്മുടെ കാറാണ്, ഇപ്പം ഈ ബോക്സ് പോലെ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, കാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ കാറിന് നേരെ താഴത്തോട്ട് അല്ലെ, സർഫസിന് താഴത്തേക്കല്ല, നേരെ താഴത്തോട്ട് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് എർത്ത് ആര് ആക്ട് ചെയ്യും, യെസ് നമ്മുടെ mg ആക്ട് ചെയ്യും. അതിൽ നമുക്ക് ആർക്കും സംശയമില്ല. ഓക്കെ അല്ലേ. ഇനി സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, സർഫസ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ അതിന് ഇൻക്ലൈൻഡ് ആയിരിക്കും ആരെന്ന് പറയുന്നത്, യെസ് നമ്മുടെ നോർമൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ, നോർമൽ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, യെസ് എനിക്കറിയാം സർഫസിന് പാരലൽ ആയിട്ട് ആരുണ്ട്, ഫ്രിക്ഷൻ ഉണ്ട് അല്ലെ. സർഫസിൽ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത്, കാർ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, യെസ് അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. സോ അതാണ് നമ്മുടെ എഫ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ, ഫ്രിക്ഷൻ അല്ല. ക്ലിയർ അല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ എൻ്റെ നോർമലിനെയും ഫ്രിക്ഷനെയും കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ അല്ലേ, കമ്പോണൻസ് ആക്കി ഞാൻ സ്പ്ലിറ്റ് ചെയ്തപ്പം എനിക്ക് എൻ കോസ് തീറ്റ എൻ സൈൻ തീറ്റ നോർമലിനും കിട്ടി, എഫ് കോസ് തീറ്റ എഫ് സൈൻ തീറ്റ എന്തിനും കിട്ടി, ഫ്രിക്ഷനും കിട്ടി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഓരോ ഡയറക്ഷനിലും, അതായത് ഇപ്പം നമ്മുടെ എക്സ് ആക്സിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഒരൊറ്റ ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പോവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടും എൻ കോസ് തീറ്റ which is equal to mg plus f sin theta. ഓക്കെ, അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ കോസ് തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും എഫ് സൈൻ തീറ്റയും എം ജിയും ഒരേ ഡയറക്ഷനിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ എൻ കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു mg പ്ലസ് എഫ് സൈൻ തീറ്റ. സോ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്, mg which is equal to, ഓക്കെ, mg which is equal to എങ്ങനെയാ വരാ, എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു കേട്ടോ. ഓക്കെ, mg which is equal to എങ്ങനെയാ വരുന്നത്, യെസ് n cos theta minus f sin theta. ഓക്കെ അല്ലേ, യെസ്. ഇനി അടുത്തത് ഞാൻ അടുത്ത ആക്സിസ് നോക്കുവാണ്. ഓക്കെ, അടുത്ത ആക്സിസ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യെസ് n sin theta plus f cos theta which is equal to mv square by r. ഓക്കെ, n sin theta പ്ലസ് എഫ് കോസ് തീറ്റ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. ഇതാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, യെസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു mv സ്ക്വയർ ബൈ r. ഓക്കെ അല്ലേ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, 2/1 ചെയ്യാൻ പോവാ കേട്ടോ. സോ mv സ്ക്വയർ ബൈ r ഡിവൈഡഡ് ബൈ mg which is equal to n sin theta plus f cos theta divided by n cos theta minus f sin theta. ക്ലിയർ അല്ലേ, യെസ്. എമ്മും ക്യാൻസൽ ആയിപ്പോയി, എനിക്ക് കിട്ടി വി സ്ക്വയർ ബൈ ആർ ജി. ഇവിടെ വരെ ഓൾ സെറ്റ് അല്ലേ, ഒരു സംശയമില്ലല്ലോ. എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യേണ്ടത്, യെസ് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതാണ്, ഈ എല്ലാ ടേമിനും ഞാൻ എന്ത് ചെയ്യുക, എൻ കോസ് തീറ്റ എന്ന് പറയുന്ന ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ കോസ് തീറ്റ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എൻ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ, എന്നും ക്യാൻസൽ ആയിപ്പോയി, എനിക്ക് കിട്ടി ടാൻ തീറ്റ. ഓക്കെ അല്ലേ, പ്ലസ് എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ സൈൻ തീറ്റ. സോ എനിക്ക് എൻ കോസ് തീറ്റ. സോ എഫ് ബൈ എൻ മാത്രമേ ഉള്ളൂ, കോസ് തീറ്റ ക്യാൻസൽ ആയിപ്പോയി, എനിക്ക് കിട്ടി എഫ് ബൈ എൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എൻ കോസ് തീറ്റ ബൈ എൻ കോസ് തീറ്റ 1 വരും, മൈനസ്. ഓക്കെ, മൈനസ് എന്താ വരുന്നത്, യെസ് അഗെയിൻ എഫ് ബൈ എൻ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ദാറ്റ് മീൻസ് ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ്, ഓക്കെ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് നമ്മുടെ എന്താ പറയുക, ഫോർ മാക്സിമം സ്പീഡ്. ഓക്കെ, ഫോർ മാക്സിമം സ്പീഡ്
F is equal to mu s n. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഈ എഫ് കിടക്കുന്നിടത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? mu s n കൊടുക്കാം. സോ നമുക്ക് അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം. tan theta plus mu s n divided by n divided by 1 minus f again mu s n divided by n tan theta which is equal to v square by rg. Okay അല്ലേ? n cancel ആയിപ്പോയി, n cancel ആയിപ്പോയി. എനിക്ക് കിട്ടി tan theta plus mu, okay, mu, then mu s divided by 1 minus mu s tan theta which is equal to v square by rg. ഇനി എന്താ ചെയ്യേണ്ടത്? യെസ്, v കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ആർ ജിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആർ ജി ഇൻറ്റു ഈ ഒരു ടേം ടാൻ തീറ്റന്റെ ടേം റൂട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വി കിട്ടും. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ വി മാക്സ് കേട്ടോ. നമ്മൾ ഇവിടെ mu s അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താണ്? യെസ്, മാക്സ്, വി മാക്സ് ആണ് കേട്ടോ, മാക്സിമം വെലോസിറ്റി. ഓക്കെ അല്ലേ? യെസ്, ഡൺ. ഓക്കെ, ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഈ ഡെറിവേഷൻ സെപ്പറേറ്റ് ആണെങ്കിൽ ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ. എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ഇപ്പം ഈ റൈറ്റ് സൈഡിൽ എഴുതിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കില്ലെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അടുത്തത്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദി എർത്ത്, സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, സോ നമുക്കറിയാം എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി റിക്വയർഡ് ഫോർ എൻ ഒബ്ജക്ട് ടു എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ്. അല്ലെ, എവിടെയാണോ അതിരിക്കുന്നത് ആ ഇൻഫ്ലുവൻസിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ആവശ്യമായിട്ടുള്ള വെലോസിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണെന്ന് നമുക്ക് തുടങ്ങാം. നമ്മുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി GMM/r അല്ലേ? GM-GMM/r ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ഇനി നമ്മുടെ കൈനറ്റിക് എനർജി എന്താ? യെസ്, ദാറ്റ് ഇസ് ഹാഫ് mv². ഇനി കൺസർവേഷൻ ഓഫ് എനർജി നോക്കുമ്പോൾ നമുക്ക് പറയാം ഇത് രണ്ടും ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വൽ എന്നല്ല, ഇത് രണ്ടും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ സം 0 ആയിരിക്കും. സോ ഇതിന് ഞാൻ ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലെ, റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടും? ഹാഫ് mv² which is equal to GMM/r. ഓക്കെ, എനിക്ക് വേണ്ടത് ആരെയാ? VE-നെ. അപ്പൊ ഞാൻ ആദ്യം VE² കണ്ടുപിടിക്കാൻ പോവാ. സോ ഫോർ ദാറ്റ് GMM/r. ഇനി എന്താ ഉള്ളത്? ഇവിടെ ഒരു 2 വരും, അവിടുത്തെ ഒരു m അല്ലെ, ഈ m താഴത്തോട്ട് വരും, ഈ 2 മുകളിലോട്ട് പോകും അല്ലെ. ഈ m ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടും 2GM/r എന്നുള്ള ഇക്വേഷൻ കിട്ടും. സോ VE is equal to root of 2GM/r. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? യെസ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ടേംസിൽ. അപ്പം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? യെസ്, G is equal to GM/r². അല്ലെ, ഇതാണ് ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ GM/r വരെയുണ്ട്, r² ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ജിന്റെ ടേംസിലോട്ട് മാറ്റാം. അപ്പൊ ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തു. 2GM divided by r² into r. ഓക്കെ, തെറ്റില്ലല്ലോ. ഈ ആറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ GM/r² എനിക്ക് എന്ത് കൊടുക്കാം? സ്മോൾ ലെറ്റർ G കൊടുക്കാം. സ്മോൾ ലെറ്റർ G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആ സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കണം കേട്ടോ. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു അഡീഷണൽ r ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ക്വയർ ഇട്ടു. ഓക്കെ അല്ലേ? യെസ്, തെറ്റൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു r അഡീഷണൽ ഇട്ടു. ആൻഡ് അത് എന്താ പറയുക, ക്യാൻസൽ ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കുക. സോ നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് 2gr. ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലംസും ചോദിക്കാം കേട്ടോ. അടുത്തത്, 2 wires of diameter 0.25 centimeter, one made of steel and the other made of brass, are loaded as shown in the figure. Okay, steel brass ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫിഗർ നോക്കുക. The unloaded length of steel wire is 1.5 meter and that of brass wire is 1 meter. Compute the elongation of steel and brass wire. So first of all നമുക്ക് diameter തന്നിട്ടുണ്ട് അല്ലേ? യെസ്, ഡയമീറ്റർ വന്നിട്ടുണ്ട്. സോ യെസ്, D is equal to 0.25 meter. സോറി, സെന്റിമീറ്റർ ആണ് കേട്ടോ, യൂണിറ്റ് ശ്രദ്ധിക്കണം, സെന്റിമീറ്റർ ആണ്. ബാക്കിയെല്ലാം തന്നിട്ടുള്ളത് മീറ്ററിലാണ് കേട്ടോ. ഓക്കെ, ഇനി അപ്പം റേഡിയസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? D/2 കണ്ടുപിടിച്ചാൽ മതി. സോ ദാറ്റ് മീൻസ് 0.25 divided by 2 which is equal to 0.125 centimeter. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.125 into 10 to the power minus 2 meter. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ റേഡിയസ് കണ്ടുപിടിച്ചു. ഇനി ലെങ്ത് ഓഫ് സ്റ്റീൽ ബാർ അല്ലെ, സ്റ്റീൽ ബാറിന്റെ ലെങ്ത്. ഓക്കെ, യെസ്, സ്റ്റീലിന്റെ ഇതിന്റെ ലെങ്ത് ആണ് L1 എന്ന് എടുക്കുന്നത്. അത് എത്രയാണ് വരുന്നത്? യെസ്, 1.5 മീറ്ററും തന്നിട്ടുണ്ട്. ഓക്കെ, ലെങ്ത് ഓഫ് സ്റ്റീൽ വയർ. ഇനി അടുത്തത് ലെങ്ത് ഓഫ് ബ്രാസ് വയർ. ബ്രാസ് വയർ എത്ര തന്നിട്ടുള്ളത്? 1 മീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ടോട്ടൽ ടോട്ടൽ ഫോഴ്സ് exerted on the steel wire. Okay, so അത് എത്രയായിരിക്കാം? യെസ്, നമുക്കറിയാം F1 which is equal to 6 plus 4 അല്ലേ? 6 plus 4
ഇൻറ്റു ജി എന്ന് പറയുമ്പോൾ 9.8. ഓക്കെ, അപ്പം നോക്കിയിട്ട് പറയാം 10 ഇൻറ്റു 9.8 വിച്ച് ഇസ് ഈക്വൽ ടു 98 ന്യൂട്ടൺ എന്ന് നമുക്ക് പറയാം. അപ്പം ഫോഴ്സ് നമുക്ക് കിട്ടി 98 ന്യൂട്ടൺ നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? സ്റ്റീലിന്റെ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാം. ഓക്കെ, സ്റ്റീലിന്റെ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എഴുതാം. അതെങ്ങനെയാടാ? y1 വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെയാ? F1 by A1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ A1 ഡിവൈഡഡ് ബൈ L1. ഓക്കെ അല്ലേ? ഇതല്ലേ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാ? ഡെൽറ്റ L1. അപ്പൊ ഞാൻ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. അതായത് എങ്ങനെ വരും? F1 L1 ഡിവൈഡഡ് ബൈ A1 Y1. ഓക്കെ, this will be delta L1. ഇതിലെ F1ന്റെ ഇക്വേഷൻ, F1ന്റെ വാല്യൂ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 98 ന്യൂട്ടൺ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ L1ന്റെ വാല്യൂ എത്രയാ? 1.5 ഡിവൈഡഡ് ബൈ A1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പൈ ആർ സ്ക്വയർ എഴുതാം. ആറിന്റെ വാല്യൂ നമുക്കറിയാം. സോ പൈ ഇൻറ്റു R1 സ്ക്വയർ 0.125 ഇൻറ്റു 10 ടു ദ പവർ -2 ഓൾ സ്ക്വയർ. പൈ ആർ സ്ക്വയർ ആണ് കേട്ടോ. ഇൻറ്റു Y1ന്റെ വാല്യൂ എത്രയാടാ? ദാറ്റ് ഈസ് 2 ഇൻറ്റു 10 ടു ദ പവർ 11. ഓക്കെ, സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇലോങ്ങേഷന്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ല? അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ബ്രാസ് Y2 എന്ന് പറയുമ്പോൾ F2 ഡിവൈഡഡ് ബൈ A2 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ L2 ഡിവൈഡഡ് ബൈ L2. എഗെയിൻ നമുക്ക് അറിയേണ്ടത് ആരെയായിരുന്നു? ഡെൽറ്റ L2 നെയാണ് അറിയേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ F2 L2 ഡിവൈഡഡ് ബൈ A2 Y2. ഓക്കെ, എഗെയിൻ F2ന്റെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഇസ് 58.8 ഇൻറ്റു L2ന്റെ വാല്യൂ അറിയാം, ദാറ്റ് ഇസ് 1 മീറ്റർ. A2ന്റെ വാല്യൂ നമുക്കറിയാം. A2ന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? എഗെയിൻ പൈ ആർ സ്ക്വയർ, മാറ്റൊന്നുമില്ല, ആറ് സെയിം തന്നെ. Y2ന്റെ വാല്യൂ എത്ര? 0.9 ഇൻറ്റു 10 ടു ദ പവർ 11. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വാല്യൂ കിട്ടുന്നു. ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ ഇലോങ്ങേഷൻ. ഡെൽറ്റ L1 ഡെൽറ്റ L2 ആണ് നമ്മുടെ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യൂണിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. ഇപ്പൊ നമ്മളെല്ലാം മീറ്ററിൽ ചെയ്തുകൊണ്ട് ഡെൽറ്റ L1 നമുക്ക് എന്തിലാണ് കിട്ടുക? മീറ്ററിലാണ് കിട്ടുക. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് മാർക്ക് പോകും കേട്ടോ. അതുകൊണ്ട് തെറ്റിക്കരുത്. അതുപോലെ തന്നെ എല്ലാം വൃത്തിയായിട്ട്, അതായത് നമ്മുടെ ഇക്വേഷൻ എന്താണോ ജനറിക് ഇക്വേഷൻ, അവിടെ നമ്മൾ എങ്ങനെയാണോ ഈ ഒരു ഇക്വേഷനിലോട്ട് എത്തിയത് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പേപ്പറിൽ എഴുതുക. അതൊരു കൈൻഡ് ഓഫ് ഇംപ്രഷൻ നിങ്ങളുടെ ടീച്ചറിൽ ഉണ്ടാക്കും. കാരണം നമ്മൾ ഇത്രയും നാൾ നമ്മുടെ പേപ്പർ നോക്കിയ ടീച്ചർ അല്ലല്ലോ നോക്കുക, വേറെ ആരോ അല്ലേ. അപ്പം നമ്മൾ നല്ല രീതിക്ക് വൃത്തിയിൽ നമ്മളിതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് ഒരു ഇംപ്രഷൻ നമ്മുടെ അടുത്ത് വരും. അഫ്കോഴ്സ് നമ്മുടെ വായിക്കാൻ തോന്നുന്നു പറയത്തില്ലേ, അങ്ങനെ ഒരു രീതിയിൽ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മെസ്റ്റ് ആക്കിയിട്ട് എഴുതരുത്. എല്ലാം ഓർഡറിലായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് derive the expression for capillary height. ഓക്കെ അല്ലേ? യെസ്, derive the expression for capillary rise. സോ യെസ്, അപ്പം നമുക്ക് ഓക്കെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ബീക്കർ. അവിടെ നമ്മുടെ കാപ്പിലറി ട്യൂബ് ഇരിപ്പുണ്ട്. ഓക്കെ, യെസ്, നമ്മുടെ വാട്ടർ സർഫസ്. ഇതാണ് ടോട്ടല് നമ്മുടെ കയറിപ്പോയ വെള്ളത്തിന്റെ അളവ്. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ നമുക്ക് ഈ ഒരു ഹൈറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? H എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ലിക്വിഡിന്റെ, അതായത് നമ്മുടെ ഈ ഒരു ലിക്വിഡ് സർഫസിന്റെ മുകളിൽ എത്രയായിരിക്കും പ്രഷർ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ? യെസ്. ഇനി ഈ അടിയിൽ എത്രയായിരിക്കും പ്രഷർ വരുന്നത്? സോ ലെറ്റ്സ് സേ ഞാൻ ഇതിന് ഈ ഒരു പോയിന്റിനെ PA എന്ന് വിളിച്ചെന്ന് വിചാരിക്കും കേട്ടോ. സോ PAയിലെ പ്രഷർ എത്രയായിരിക്കും? യെസ്, PATM -2S/R അല്ലേ? -2S/R ആണ് എന്തെന്ന് വരുന്നത് ഈ ഒരു പോയിന്റിൽ, അതായത് ലിക്വിഡ് സർഫസിന് തൊട്ട് താഴെ, അതായത് നമ്മുടെ കാപ്പിലറി ട്യൂബിന്റെ ഉള്ളിൽ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് അല്ലേ? 2S/R ആണ്. സോ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ R എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇത് നമുക്കറിയാം, ഇമാജിനറി സർക്കിളാ അല്ലെ? ഇമാജിനറി സ്ഫിയർ ആണ് വരുന്നത്. അപ്പം ഈ സ്ഫിയറിന്റെ റേഡിയസ് ആണെന്ന് പറയുന്നത് യെസ്, നമ്മൾ ഈ പറഞ്ഞ R എന്ന് പറയുന്നത്. തെറ്റിക്കരുത് കേട്ടോ, റേഡിയസ് ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ നമുക്ക് കിട്ടി ഈ ഒരു പോയിന്റിലെ PA എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു PATM -2SR ആണ്. ഓക്കെ അല്ലേ? ഇനി എനിക്ക് അറിയേണ്ടത് ഈ ഒരു പോയിന്റിൽ എത്രയാണ് വരെ? ഈ പോയിന്റിൽ വരുന്നതും അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയായിരിക്കും. ഇവിടെയും എന്താണ്? സെയിം ഹൈറ്റ് ആണ് അല്ലേ? ഇവിടെ നമ്മളിപ്പോൾ ഇതേ ഹൈറ്റിൽ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? സെയിം ആയിരിക്കും പ്രഷർ വരുന്നത്. ഇനി നമുക്കറിയാം PATM, ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെയാ വരാ? യെസ്, ഇവിടെയുള്ള പ്രഷർ അല്ലെ, ഈ ഒരു പോയിന്റിലുള്ള പ്രഷർ പ്ലസ് HρG. സോ PATM -2S/R പ്ലസ് HρG. ഓക്കെ അല്ലേ? HρG. ഇനി ഈ PATM ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? HρG വിച്ച് ഇസ് ഈക്വൽ ടു 2S/R എന്ന് എനിക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്റെ പ്രശ്നം ഇവിടെ ഒന്നുമല്ല. എനിക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ ആറിന്റെ പേരിലല്ല,
എനിക്കിതാ നമ്മുടെ ഈ കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ദാറ്റ് സ്മോൾ ലെറ്റർ ആർ, എനിക്ക് ആ സ്മോൾ ലെറ്റർ ആറിന്റെ ടേംസിലാണ് എനിക്ക് എന്ത് വേണ്ടത്? യെസ്, എനിക്ക് വേണ്ട ഇക്വേഷൻ. സോ ഞാൻ എന്ത് ചെയ്യുക? ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇതാ സോളിഡിന് ഇത് വരച്ചു, അതുപോലെ തന്നെ ലിക്വിഡിന്റെ ടാൻജന്റ് വരച്ചു. ഇതാ ഈ ആംഗിൾ ഞാൻ തീറ്റ നടത്തു. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും എന്ന് പറയുന്നത്? തീറ്റ ആയിരിക്കും. കാരണം എന്തുവാണ്? നമുക്കറിയാം റേഡിയസും ടാൻജന്റും നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? യെസ്, ഈ പറഞ്ഞ പോലെ തന്നെ 90 ഡിഗ്രി ആയിരിക്കും. സോ 90 ഡിഗ്രി ഇവിടെ വരുന്നുണ്ട് അല്ലേ? അതായത് ഒന്നാമത്തത് നമ്മളിതാ ഈ റേഡിയസും, അതായത് നമ്മുടെ ഇമാജിനറി സ്ഫിയറിന്റെ റേഡിയസും നമ്മുടെ ലിക്വിഡിലോട്ട് വരച്ച ടാൻജന്റും തമ്മിൽ 90 ഡിഗ്രി. അതുപോലെ തന്നെ ദാ ഇവിടെ സോളിഡ് എന്ന് വരച്ച ടാൻജന്റും റേഡിയസും തമ്മിൽ വേറൊരു ഇതും കൂടെ ഉണ്ട്. അപ്പം എന്താ 90 ഡിഗ്രി. ഇത് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്താണ് നമ്മുടെ ഈ ക്യാപിറ്റൽ ലെറ്റർ ആറും അതുപോലെ സ്മോൾ ലെറ്റർ ആറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? യെസ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റന്റെ വാല്യൂന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ സ്മോൾ ലെറ്റർ ആറിന്റെ ടേംസിലാണ് വരണ്ടേന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ആർ കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? സ്മോൾ ലെറ്റർ ആർ. സംശയമുണ്ടോ? സംശയത്തിന്റെ ഒരാവശ്യമില്ല അല്ലെ? സംശയത്തിന്റെ ഒരാവശ്യമില്ല. ആർ കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു. കാരണം എന്താണ്? യെസ്, ഈ അഡ്ജസന്റ് സൈഡ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? യെസ്, നമ്മുടെ കോസ് ടേം ആയിട്ട് വരുന്നത്. സോ ഇവിടെ കിടക്കുന്ന ആറിന്റെ കോസിന്റെ ടേം ആയിട്ട് അല്ലെങ്കിൽ കമ്പോണന്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ആർ കോസ് തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ആർ. ഓക്കെ, ഇനി ക്യാപിറ്റൽ ലെറ്റർ ആർ വിച്ച് ഇസ് ഈക്വൽ ടു എനിക്ക് എഴുതാം ആർ ബൈ കോസ് തീറ്റ. ഇനി ഞാൻ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? സോ ഞാൻ എഴുതുവാണ് എച്ച് റോ ജി വിച്ച് ഇസ് ഈക്വൽ ടു 2s divided by r by cos theta which is equal to 2s cos theta divided by r. Okay അല്ലേ? All set clear? യെസ്, സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കാപ്പിലറി ഹൈറ്റിന്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പോഴും എന്താ നമുക്ക് ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. യെസ്, ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ഹൈറ്റിലോട്ട് നമ്മൾ എത്തിയില്ലല്ലേ? യെസ്, നമുക്ക് എഴുതാം h is equal to 2s cos theta by r ഇവിടെ ഉണ്ട് ആൻഡ് ഇവിടെ എന്തുണ്ട്? റോജി ഉണ്ട്. സോ ആർ റോജി. സോ ദിസ് ഇസ് ദി ഹൈറ്റ്. ഈ ഒരു ഫൈനൽ ഇക്വേഷനിലോട്ട് എത്തിയില്ലെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തില്ല കേട്ടോ. ഇത്രയും വരെ എഴുതി കഴിഞ്ഞാലല്ല, ഇത്രയും എഴുതിയാലാണ് എച്ചിനാണ് നമുക്ക് എക്സ്പ്രഷൻ വേണ്ടത്. എച്ചിന്റെ എക്സ്പ്രഷൻ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടത്തുള്ളൂ, ഫുൾ മാർക്ക്. അല്ലെങ്കിൽ അഗെയിൻ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാഫ് മാർക്കോ 1 മാർക്കോ കയ്യിൽ നിന്ന് പോവും. സിമ്പിൾ ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഈ ആംഗിൾ എടുക്കുന്നതിലാണ് നിങ്ങൾക്ക് ഡൗട്ട് എങ്കിൽ ഡൗട്ടിന്റെ ഒരാവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ എനിക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ വൃത്തിയായിട്ട് വരച്ചു തരാം. ഓക്കെ, യെസ്. ഓക്കെ, വൃത്തിയായിട്ട് വരയ്ക്കാന്ന് പറഞ്ഞാലും കഷ്ടമാണ് കേട്ടോ. ഓക്കെ, യെസ്, നമ്മുടെ തീറ്റ ആംഗിൾ വരച്ചു ആൻഡ് ഇതാണ് നമ്മുടെ റേഡിയസ് ആർ ആൻഡ് ഇതാണ് നമ്മുടെ മറ്റേ സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ നമുക്കറിയാം ദാ ഈ ആംഗിൾ തീറ്റ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഈ ആംഗിൾ, ഇത്രയും ആംഗിൾ വരുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, 90 ഡിഗ്രിയാണ്. സോ ഓൾറെഡി ഇവിടെ 90 മൈനസ് തീറ്റ ഉണ്ട്. സോ 90 മൈനസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു തീറ്റ. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. ഓക്കെ, സോ ഇവിടെ ഒരു ആക്സിസിൽ നമുക്ക് ഒരു ബോഡി ഉണ്ട്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ അല്ലേ? സോ ഞാൻ n പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. n പാർട്ടിക്കിൾസ് ഉണ്ട്. സോ അതിൽ ഞാൻ കുറച്ച് പാർട്ടിക്കിൾസിനെ ഞാനിവിടെ മാർക്ക് ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ m1 മാസ് ഉള്ള പാർട്ടിക്കിള്. ഓക്കെ, ആ ഡിസ്റ്റൻസ് ആണ് r1 എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ m2 മാസ് ഉള്ള പാർട്ടിക്കിള്, ആ ഡിസ്റ്റൻസ് r2 ആണ്. ആൻഡ് ഇതാണ് mn പാർട്ടിക്കിള്. ഓക്കെ, അതിന്റെ ഡിസ്റ്റൻസ് ആണ് rn എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. സോ ഇവിടെ നമുക്ക് പറയുവാണ് m1, m2, m3 അങ്ങനെ mn വരെ മാസ് ഉണ്ട്. ഓക്കെ, n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെയും മാസാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി റെസ്പെക്റ്റീവ് ആയിട്ട് ഉള്ള ഡിസ്റ്റൻസ്, ഇത് r1, ഇത് r2, ഇത് r3. ഓക്കെ, അങ്ങനെ rn. ഓക്കെ അല്ല? അപ്പൊ നമുക്ക് റെസ്പെക്റ്റീവ് ഡിസ്റ്റൻസും അതുപോലെ തന്നെ മാസും നമുക്ക് കിട്ടി. ആൻഡ് നമുക്കറിയാം ഇത് സെയിം ആംഗുലർ വെലോസിറ്റി അല്ലെ? ഒമേഗ എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷെ ലീനിയർ വെലോസിറ്റി വിന്റെ വാല്യൂ എന്താ? r ഒമേഗ. അപ്പം ഈ r മാറുന്നതിനനുസരിച്ച് ലീനിയർ വെലോസിറ്റി മാറും. അപ്പൊ നമുക്കറിയാം v1 which is equal to r1 omega, v2 is equal to r2 omega, v3 is equal to r3 omega. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വെലോസിറ്റീസ് ആയിരിക്കും, ലീനിയർ വെലോസിറ്റീസ് ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ കിട്ടും? rn ഒമേഗ വരെ അങ്ങനെ അത്രയും നമ്പർ ഓഫ് ലീനിയർ വെലോസിറ്റീസും നമുക്ക് കിട്ടും. ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. ഓക്കെ, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. ഓക്കെ, അത് ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം ഹാഫ് m1 v1 സ്ക്വയർ. ഓക്കെ, അതിനെ തന്നെ എനിക്ക് എങ്ങനെ എഴുതാം? ഹാഫ് m1 r1 സ്ക്വയർ ഒമേഗ സ്ക്വയർ.
ഓക്കെ അല്ലേ, ശരിയല്ലേ? ഇനി അടുത്തത് കൈനറ്റിക് എനർജി രണ്ടാമത്തെ, ഓക്കെ, ട്രാൻസ്ലേഷൻ തന്നെ സെക്കൻഡ് പാർട്ടിക്കിൾ. സോ അതെങ്ങനെ വരും? m2r2² ഒമേഗ. അങ്ങനെ എന്ത് വരും? n പാർട്ടിക്കിൾസിന്റെ വരും അല്ലേ? ഇനി റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ഓക്കെ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, r1. ഓക്കെ, യെസ്. അപ്പം അതിനെങ്ങനെ വരും? ഹാഫ് m1r1² ഒമേഗ². ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് വരുമ്പം നമുക്ക് എങ്ങനെയാ കിട്ടാടാ? യെസ്, നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഹാഫ് m1r2² ഒമേഗ². സോ ടോട്ടൽ നമുക്ക് എങ്ങനെ വരാം? ഹാഫ് ഇൻറ്റു ഒമേഗ² പുറത്തേക്ക് എടുത്തു, m1r1², m2r2², സോറി m3r3² എക്സെട്ര mnrn². ഓക്കെ അല്ലേ? യെസ്. ഇനി അപ്പൊ നമുക്ക് അറിയാം ഇക്വേഷൻ അനുസരിച്ച് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ z = I = 0 to 1 mIRI അല്ലേ? അതായത് ഇതിന്റെ എന്താ മീൻ ചെയ്യുന്നത്? എമ്മിന് 0 കൊടുക്കുന്നു, ഐക്ക് 0 കൊടുക്കുന്നു, സോ m0 r0 പോകുന്നു. ഇനി അടുത്തത് ഐക്ക് 1 കൊടുക്കുന്നു, m1 r1. സോ ഇതിന്റെ ഒക്കെ സം ആണ് വരുന്നത്. ആ സമ്മ് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് I ഒമേഗ². സോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി പറയുമ്പം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യെസ്, ദാ ഇതുപോലെ ഹാഫ് I ഒമേഗ² എന്ന് പറയാം. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ എന്ന് പറയുന്നത്. സോ എവിടെയെങ്കിലും കൺഫ്യൂഷൻ വന്നു, എന്തെങ്കിലും മിസ്റ്റേക്സ് എനിക്കിത് അങ്ങനെ ഇങ്ങനെ മനസ്സിലായില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, നമ്മുടെ എന്താ പറയുക, വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും. കാരണം കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ അല്ലേ? യെസ്, അപ്പം ആ സമയത്ത് ഫുൾ ഓൺ എനർജിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വേഗം ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അവരൊക്കെ പഠിക്കട്ടെ. കുറച്ച് സമയം കൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ്, അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ മനസ്സിലാവും. കാരണം അത്രത്തോളം ക്വസ്റ്റ്യൻസ് എന്താ പറയുക, അത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിന് വരലുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Next question, a projectile is projected with a velocity v0 making an angle theta with the horizontal. Find the expression for maximum height and time of flight. അപ്പം ഫസ്റ്റ് തന്നെ പറയട്ടെ, ഫിഗർ വരയ്ക്കണം. ഫിഗറിന് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു 1 മാർക്ക് വെയിറ്റേജ് ഉണ്ടായിരിക്കും. സോ നമുക്ക് അറിയാവുന്ന ഒരു ഫിഗർ, ആൻഡ് ഈ ഫിഗർ ഇല്ലാതെ നമുക്ക് വൃത്തിയായിട്ട് ഇത് ചെയ്യാനും പറ്റില്ല. അപ്പം നമുക്ക് വെറുതെ ഒരു 1 മാർക്ക് കളയണ്ടല്ലോ. ഓക്കെ, സോ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുവാണ്. അതിൽ നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് v0 ആണ്. സോ ആ ഇനീഷ്യൽ വെലോസിറ്റിയിൽ പോകുന്ന പ്രൊജക്ടൈൽ. ഓക്കെ, സോ യെസ്, ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ v0 എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിലാണ് പോകുന്നത്. സോ ഈ ഒരു ആംഗിളും നമുക്ക് തന്നിട്ടുണ്ട് തീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹൊറിസോണ്ടൽ കമ്പോണന്റ് ദാറ്റ് വിൽ ബി v0 കോസ് തീറ്റ, ആൻഡ് യെസ് നമ്മുടെ വെർട്ടിക്കൽ കമ്പോണന്റ് ദാറ്റ് ഇസ് v0 സൈൻ തീറ്റ. സംശയമൊന്നുമില്ലല്ലോ? യെസ്. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതാണ് ഏറ്റവും, അതായത് നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നിടത്താണ് മാക്സിമം ഹൈറ്റ് വരുന്നത്. സോ ഞാൻ മാർക്ക് ചെയ്യുവാണ്, ദിസ് ഇസ് h. ഓക്കെ അല്ലേ? ആൻഡ് അറ്റ് മാക്സിമം ഹൈറ്റ്, ഓക്കെ, അറ്റ് മാക്സിമം ഹൈറ്റ് പ്രത്യേകത എന്തായിരുന്നു? യെസ്, നമ്മുടെ വെർട്ടിക്കൽ കമ്പോണന്റും അതുപോലെ തന്നെ നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെർട്ടിക്കൽ കമ്പോണന്റിന്റെ വാല്യൂ എത്രയാണ് വരാ? 0 ആണ്. ആൻഡ് നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് v0 കോസ് തീറ്റ ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരുവാണ്. ഫസ്റ്റ് പാർട്ട്, ഓക്കെ, ഫസ്റ്റ് പാർട്ട് അറ്റ് മാക്സിമം ഹൈറ്റാ പറയുന്നത്. സോ നമുക്കറിയാം ഇവിടെ vy = 0 ആണ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, v² = u² + 2as. അപ്പൊ ഞാൻ വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രം, അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ വിക്ക് വരെ ഞാൻ എഴുതുവാണ് vy² which is equal to v0, യെസ്, സോറി, uy². ഓക്കെ, അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്, ദെൻ 2ays. ക്ലിയർ അല്ലേ? യെസ്, vy² നമുക്കറിയാം 0 ആണ്. ആൻഡ് uy² എന്ന് പറഞ്ഞ എത്രയാണ് വരാ? v0 സൈൻ തീറ്റ, ഓക്കെ, ഓൾ സ്ക്വയർ പ്ലസ് 2ay ദാറ്റ് ഇസ് മൈനസ് g s. അതെന്താണ്? നമ്മുടെ മാക്സിമം ഹൈറ്റ് h. ഇനി ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. ദാറ്റ് ഇസ് v0² സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 2gh. ഇങ്ങനെ എഴുതിക്കൂടെ? കാരണം ജിക്ക് അവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. സോ ഞാൻ v0 സൈൻ 0² അവിടെ തന്നെ നിർത്തിയിട്ട് -2gh ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? +2gs. എനിക്ക് ഇതിനെല്ലോ കണ്ടുപിടിക്കാൻ, എനിക്ക് ആരെ കണ്ടുപിടിക്കേണ്ടത്? യെസ്, എനിക്ക് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടത്. സോ v0² സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ക്ലിയർ? യെസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആയി. ഫിഗർ വരച്ചു, നമ്മൾ ഇക്വേഷനിലോട്ട് എത്തി. ഇനി സെക്കൻഡ് ക്വസ്റ്റിനിലോട്ട് നമ്മൾ പോവാണ്. സെക്കൻഡ് ക്വസ്റ്റിനിൽ എന്താ ചോദിക്കുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്ടൈല്
ഇത്രയും ദൂരം ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ തിരിച്ചെത്തുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ y എന്തായിട്ട് മാറും? 0 അല്ലെ? ഈ ഒരു പോയിന്റ് അല്ലേ? സോ y is equal to എന്തായിട്ട് മാറും? 0 ആയിരിക്കും. സോ s is equal to ut plus half at square നമുക്കറിയാം. ആൻഡ് s ന് പകരം നമുക്കിടാം y, ut ക്ക് പകരം അതായത് uyt plus half ayt square അല്ലേ? സോ y ന്റെ വാല്യൂ 0 ആണ്. uy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് v0 sin തീറ്റ ഇൻറ്റു t പ്ലസ് ഹാഫ് ഇൻറ്റു ay എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ? മൈനസ് g t സ്ക്വയർ. ക്ലിയർ? യെസ്. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ പോരെ. v0 sin തീറ്റ ഇൻറ്റു t which is equal to half gt square. Okay, then t will be equal to 2v0 sin theta divided by എന്താ വരിക? യെസ്, g. ഓക്കെ, 2v0 sin theta divided by g. ഇതാണ് നമ്മുടെ ടൈം ഓഫ് ലൈറ്റിന്റെ ഇക്വേഷൻ വരുന്നത്. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. സോ അങ്ങനെ നമ്മുടെ ഡെറിവേഷൻ കഴിഞ്ഞു. നമുക്ക് 4 മാർക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കയ്യിലിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താണ് പറയുന്നത്? യെസ്, നമുക്കറിയാം. അതായത് ടോട്ടൽ എനർജി, മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ഓൾവേസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം മെക്കാനിക്കൽ എനർജി അല്ല, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ദ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? യെസ്, അതിനെ നമുക്ക് നശിപ്പിക്കാനോ ഉണ്ടാക്കാനോ പറ്റത്തില്ല. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത്രയും മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് the law of conservation of mechanical energy in the case of freely falling body. Okay, അപ്പം ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ഇതാണ് നമ്മുടെ ചോദിച്ചിട്ടുള്ളത്. സോ ഞാൻ എന്താ ഇവിടെ 3 പോയിന്റുകളാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. എ, ബി ആൻഡ് സി. ഓക്കെ അല്ലെ? എ ഉണ്ട്, ബി ഉണ്ട് ആൻഡ് സി ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് അറ്റ് പോയിന്റ് എ, ഓക്കെ, അറ്റ് പോയിന്റ് എയിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ മെക്കാനിക്കൽ എനർജി. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഓക്കെ അല്ലേ? യെസ്. ഇവിടെ നമുക്കറിയാം അറ്റ് പോയിന്റ് എയില് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ഉണ്ട്, പക്ഷെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്താ? ഇല്ല അല്ലെ? മാക്സിമം ഹൈറ്റിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ ഇല്ല. അപ്പൊ നമുക്ക് പറയാം അറ്റ് പോയിന്റ് എയില് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്? പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വലന്റ് ആണ്. അങ്ങനെയല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്താണ്? യെസ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് mgh. ഓക്കെ അല്ലെ? mgh. h ആണ് ഈ ഒരു ഹൈറ്റ് വരുന്നത്. അതായത് ഗ്രൗണ്ടിൽ നിന്നും എ എന്ന് പറയുന്ന പോയിന്റ് h ഹൈറ്റിലാണ്. സോ നമുക്ക് കിട്ടി mgh. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ആണ്, അതായത് അറ്റ് പോയിന്റ് എയിൽ നമുക്ക് കിട്ടിയപ്പം ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി ഞാൻ അടുത്ത എവിടേക്കാണ് പോകുന്നത്? അറ്റ് പോയിന്റ് ബി. ഓക്കെ, അറ്റ് പോയിന്റ് ബി. ഓക്കെ അല്ലേ? സോ അഗെയിൻ ടോട്ടൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി അല്ലെ? സംശയത്തിന്റെ ആവശ്യമില്ല. അപ്പം ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും, കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും അല്ലേ? യെസ്. അപ്പൊ ഞാൻ ആദ്യം പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പം mg, എച്ചിന്റെ കാര്യത്തിൽ മാത്രം സംശയമുള്ളത് അല്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നും എത്ര ഹൈറ്റ് അകലെയാണോ അവിടെയാണ്, അത്രയാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് അല്ലെ? ഗ്രൗണ്ടിൽ നിന്നും എത്ര അകലെയാണ് ആ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തിനെടുക്കേണ്ടത്? നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിക്ക് എടുക്കേണ്ടത്. സോ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എ തൊട്ട് ബി വരെ ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് h, ഇത് എക്സ് ആൻഡ് ടോട്ടൽ ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് h ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ വരിക? അതായത് പൊട്ടൻഷ്യൽ എനർജി കൺസിഡർ ചെയ്യുമ്പോൾ h മൈനസ് എക്സിലുള്ളതല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുക. സോ h മൈനസ് എക്സ്. ക്ലിയർ? സോ നമുക്ക് കിട്ടി mgh മൈനസ് mgx. ഓക്കെ, യെസ്. അപ്പൊ അറ്റ് പോയിന്റ് എ ബിയില് പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ഇനി അടുത്താണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് mv സ്ക്വയർ. ഓക്കെ, സോ ഞാൻ അവിടെ എഴുതുവാണ് ഹാഫ് ഇൻറ്റു m ഇൻറ്റു 2gx അല്ലെ? 2gx. സോ ഇവിടെ 2gx എങ്ങനെ വരുന്നത്? നമ്മുടെ ഇക്വേഷൻ v സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ എന്നാണ് നമുക്ക് 2gx കിട്ടുന്നത്. ഓക്കെ, 2as. അപ്പൊ നമുക്കറിയാം ഇവിടെ u0 വരും. സോ 2 ഇൻറ്റു g ഇൻറ്റു s എന്ന് പറയുന്നത്. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ടുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി ആയിട്ട് വരുന്നത് അല്ലെ? സോ എക്സ് വരും. സോ നമുക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ക്യാൻസൽ ആയിട്ട് നമുക്ക് പറയാം mgx. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി mgh മൈനസ് mgx അല്ലെ? ആൻഡ് പ്ലസ് എന്ത് വരും? ഒരു mgx വരും. അതായത് കൈനറ്റിക് എനർജി mgxും mgxും ക്യാൻസൽ ആയി പോയി നമുക്ക് കിട്ടി. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് mgh ആണ്, വിച്ച് ഇസ് ദ ഇക്വേഷൻ നമ്പർ 2. അതായത് പോയിന്റ് ബിയിലും നമുക്ക് കിട്ടി ടോട്ടൽ എനർജിയുടെ വാല്യൂ mgh. ഇനി അടുത്ത പോയിന്റ് സി.
ഓക്കെ, അറ്റ് പോയിന്റ് സി, അതായത് ഗ്രൗണ്ടിനോട് ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പോയിന്റാണ്. അപ്പം അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ 0 ആയിട്ട് എടുക്കും. കാരണം എന്താ, ഗ്രൗണ്ടിനോട് തൊട്ടടുത്തല്ലേ, അപ്പം ആ വാല്യൂ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. ഇനി അഗെയിൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതോ ഹാഫ് എം വി സ്ക്വയർ അല്ലേ. സോ നമുക്ക് എഴുതാം ഹാഫ് ഇൻറ്റു എം ഇൻറ്റു, ഓക്കെ, വി സ്ക്വയർ പറയുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു എക്സ് ഡിസ്റ്റൻസ് എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കുക? യെസ്, ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്തത്, അതായത് എ തൊട്ടിട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എച്ച് ആണ്. അപ്പൊ 2gh വരും. സോ 2 ക്യാൻസൽ ആയി നമുക്ക് കിട്ടി mgh. ടോട്ടൽ എനർജി നമുക്കറിയാം കൈനറ്റിക് എനർജി മാത്രമാണ്. സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് mgh. ഓക്കെ, സോ മൂന്നാമത്തെ ഇക്വേഷനും. സോ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഏത് പോയിന്റിലും, അതായത് ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ഏത് പോയിന്റിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ടോട്ടൽ എനർജി റിമൈൻസ് ദ സെയിം mgh തന്നെയാണ് എല്ലായിടത്തും വരുന്ന വാല്യൂ. ക്ലിയർ അല്ലേ? സോ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണെന്ന് മനസ്സിലായി. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് തിയറം. സോ ആദ്യം നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യുക, അക്കോർഡിംഗ് ടു ബെർണോളിസ് തിയറം ദ സം ഓഫ് എനർജി പൊസസ്ഡ് ബൈ എ flowing ideal liquid at a point is constant provided that the liquid is incompressible and non-viscous and flow in streamline. ഈ കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യണം കേട്ടോ. ദ ലിക്വിഡ് ഇസ് ഇൻകംപ്രസിബിൾ, നോൺ വിസ്കസ് ആൻഡ് ഫ്ലോ ഇൻ സ്ട്രീംലൈൻ. ഈ 3 പോയിന്റ്സും അതിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. ആൻഡ് പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഫിഗർ ഇസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ദെൻ ഈ പ്രൂഫ് ഇവിടെ ഞാനിത് പറയുന്നില്ല. ദെൻ ഈ പ്രൂഫ് ഇവിടെ തന്നെ കിടപ്പുണ്ട്. സംശയമുള്ളവർ നമ്മുടെ ലെക്ചർ പോയി നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. കാർനോട്ട്സ് എഞ്ചിൻ ആണ് അടുത്തത് വരുന്നത്. അപ്പം കാർനോട്ട്സ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. യെസ്, സോറി, കാർനോട്ട് എഞ്ചിൻ ഇസ് എൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ. എക്സ്പ്ലെയിൻ കാർനോട്ട് സൈക്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ 2 ടെമ്പറേച്ചേഴ്സ് ആണ്. സോ അഗെയിൻ നമുക്ക് കാർനോട്ട് സൈക്കിളിലോട്ട് വരുമ്പോൾ കാർനോട്ട് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ 4 പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ലെ, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. സോ ഐസോതെർമൽ എക്സ്പാൻഷൻ നമുക്ക് എന്ത് പറയാം? യെസ്, ദ സിസ്റ്റം ചേഞ്ചസ് ഫ്രം P1 V1 T1 to P2 V2 T2 അല്ലെ. സിസ്റ്റം ചേഞ്ചസ് ഫ്രം P1 V1 T1 to P2 V2 T2. ആൻഡ് നമുക്ക് പറയാം Q1 എന്ന് പറയുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു ഫ്രം ഹോട്ട് റിസർവോയർ അല്ലെ. അതാണ് ഫസ്റ്റ് പ്രോസസ്സിൽ. അവിടെ നമുക്ക് പറയാം വർക്ക് ഡൺ 1 to 2 നമുക്ക് പറയാൻ പറ്റും μR T1 log V2 by V1 which is equal to Q1. ഓക്കെ അല്ലെ. ഇതുപോലെ തന്നെ നമ്മൾ ഐസോതെർമൽ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം? യെസ്, അഡയബാറ്റിക് എക്സ്പാൻഷൻ. ഓക്കെ, അഡയബാറ്റിക് എക്സ്പാൻഷൻ. ദെൻ അവിടെയും നമുക്ക് എന്ത് പറയാം? യെസ്, ഇവിടെ ചേഞ്ച് വരുന്നത് എങ്ങനെയാണ്? P2 V2 T1 to P3 V3 T2. ഓക്കെ, യെസ്. ദെൻ അതിന്റെയും നമുക്ക് വർക്ക് ഡൺ എഴുതാം which is equal to μR gamma minus 1. ഓക്കെ, T1 minus T2. ഓക്കെ അല്ലെ. ഇതുപോലെ തന്നെ എന്ത് എഴുതാം? ഐസോതെർമൽ കംപ്രഷനും എഴുതാം, അഡയബാറ്റിക് കംപ്രഷനും എഴുതാം. ആ ഒരു സംഭവം മൊത്തം എഴുതാം. ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്, ഫിഗറിന് മാർക്കുണ്ട്. ഓക്കെ, 3 മാർക്ക് വെയിറ്റേജ് വരുന്നതാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഫിഗറും വരച്ചിട്ട് വേണം നിങ്ങൾ ഇത് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. 4 പ്രോസസ്സ് എന്താ പറയുക അടിപൊളിയായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സിസ്റ്റം ചേഞ്ചസ് ഫ്രം ദിസ് ടു ദിസ്, ദെൻ വർക്ക് ഇക്വേഷൻ എഴുതുക. അത് എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് ഉണ്ടെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞ 3 പോയിന്റ്സ് തന്നെ എഴുതിയാൽ മതി. ദെൻ നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ഇസ് മെന്റ് ബൈ യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആണ് അല്ലെ. ഒരു ബോഡി സർക്കുലർ ഷേപ്പിൽ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയും സർക്കുലർ മോഷൻ. ആ സർക്കുലർ മോഷനിൽ അവിടെ സ്പീഡ് അല്ലെ, സ്പീഡ് സെയിം ആണ് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റന്റ് സ്പീഡാണ് പോകുന്നതെങ്കിൽ നമുക്ക് പറയാം അതെന്താണ്? യൂണിഫോം സർക്കുലർ മോഷൻ ആണെന്ന് പറയാം. അടുത്താണ് സെൻട്രിപെറ്റൽ ആക്സലറേഷന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ഒരു സർക്കുലർ മോഷനിൽ പോകുന്ന സമയത്ത്, ഓക്കെ, സർക്കുലർ മോഷൻ പോകുന്ന സമയത്ത് ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ വെക്ടർ ആൻഡ് ദിസ് ഇസ് ദ അനദർ വൺ. ആൻഡ് ഈ ഒരു ചേഞ്ച് ആണ് നമ്മൾ ഡെൽറ്റ ആർ എന്ന് പറയുന്നത്. ഈ ആംഗിൾ ആണ് തീറ്റ. ആൻഡ് നമുക്കറിയാം ഈ ഒരു പോയിന്റ് എ എന്നെടുത്തു, ഈ ഒരു പോയിന്റ് ബി എന്നെടുത്തു, ഈ ഒരു പോയിന്റ് ഒ എന്നെടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ടാൻജൻഷ്യൽ വെലോസിറ്റി ആണ് വി എന്ന് പറയുന്നത്. ആൻഡ് ബി എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടാൻജൻഷ്യൽ വെലോസിറ്റി ആണ് വി ഡാഷ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റിയുടെ ട്രയാങ്കിളും കൂടെ നമ്മൾ വരയ്ക്കുവാണ്. ഓക്കെ, യെസ്, അതിന് ഞാൻ PQR എന്ന് ഞാൻ കൊടുക്കുവാണ്. സോ ഇവിടെ നമുക്കറിയാം വി ഡാഷ്. ഓക്കെ, ദെൻ ദിസ് വിൽ ബി ഡെൽറ്റ വി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം PQR ആയാലും OAB ആണെന്നുണ്ടെങ്കിലും എന്താണ്? യെസ്, ഇത് രണ്ടും സിമിലർ ആണ്. സോ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ 2 ട്രയാങ്കിൾസും സിമിലർ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആർ വിച്ച് ഇസ് ഈക്വൽ ടു വി ബൈ ആർ. ദെൻ ഡെൽറ്റ വി വിച്ച് ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ആർ. ദെൻ again we can write it as delta v by delta t. Okay, delta v by delta t. So already അവിടെ v by r കിടപ്പുണ്ട്. Then delta r by delta t ചെയ്യുന്നു.
Okay, in acceleration, okay, centripetal acceleration, which is equal to limit delta t tends to 0. Okay, delta v by delta t. Alle അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ v by r into ലിമിറ്റ് ഡെൽറ്റ t tends to 0. എന്താ വരിക? ഡെൽറ്റ r by ഡെൽറ്റ t. ഈ ഡെൽറ്റ r by ഡെൽറ്റ t എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി അല്ലേ v by r into v വരും. ദാറ്റ് മീൻസ് v square by r. This is nothing but centripetal acceleration AC, which is equal to v square by r. Okay, so നമ്മൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഡിറൈവ് ചെയ്തു, അതുപോലെ തന്നെ യൂണിഫോം സർക്കുലർ മോഷൻ നമ്മൾ ഡിഫൈനും ചെയ്തു. സോ നമ്മുടെ 28th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് യെസ്, സ്റ്റേറ്റ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ഒന്നുമില്ല, മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? നോർമൽ ആണ് അല്ലേ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? യെസ്, ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സ്റ്റേറ്റ് ചെയ്യുമ്പം മെൻഷൻ ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് വൺ, ഡിറ്റർമിൻ ദ മാക്സിമം ആക്സലറേഷൻ ഓഫ് ദ ട്രെയിൻ ഇൻ വിച്ച് എ ബോക്സ് ലൈയിങ് ഓൺ ഇറ്റ്സ് ഫ്ലോർ വിൽ റിമെയിൻ സ്റ്റേഷനറി given that the coefficient of friction between the box and the train's floor is 0.15 and you can take g as 10 meter per second. So നമുക്കറിയാം F is equal to ma ആണ് അല്ലേ? സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും? നമുക്ക് മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് എഴുതിക്കൂടെ? ഓക്കെ, മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാലോ, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് എഴുതാലോ. സോ ഞാൻ എഴുതി എം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മ്യൂ എം ജി എന്ന് എഴുതാം അല്ലേ? സോ മ്യൂ എസ് ആണ് കോഎഫിഷ്യന്റ് വരുന്നത്. സോ മ്യൂ എസ് എം ജി എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലെ? ഈ എമ്മും എമ്മും എനിക്ക് ക്യാൻസൽ ചെയ്യാം. സോ എനിക്ക് കിട്ടി ആക്സലറേഷൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എസ് ജി എന്ന് കിട്ടി. ആൻഡ് അറ്റ് മാക്സിമം, ഓക്കെ, മാക്സിമം ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഈക്വൽ സൈൻ ഇടാം, മ്യൂ എസ് ജി ഇടാം അല്ലേ? സോ മ്യൂ എസ് എന്ന് പറയുന്നത് 0.15 ആണ് ഇൻറ്റു 9.8. സോ വി വിൽ ഗെറ്റ് 1.47 meter per second square. മക്കളെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ആൻഡ് ഇത് നിങ്ങൾക്ക് റൗണ്ട് ചെയ്തിട്ട് 1.5 meter per second square എന്ന് ഇടാം. ഓക്കെ, യെസ്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമ്മുടെ യൂണിറ്റ് മറക്കരുത്, ഇക്വേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ എഴുതണം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതാം. ആൻഡ് ആ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാം. പക്ഷേ എന്തൊക്കെ ഇൻക്ലൂഡ് ആവണം? യെസ്, മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ ആണ്. ആൻഡ് ഏരിയ ഓഫ് കോൺടാക്റ്റിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 2 പോയിന്റ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല കേട്ടോ. Yes, in the other question, acceleration due to gravity changes with height. Okay, derive the expression for the acceleration due to gravity at a height h above the surface of earth where h is much less than r. Simple അല്ലേ? g is equal to എന്താ? gm by r square. ഓക്കെ, അപ്പൊ ജി എച്ച്, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എച്ച് ഹൈറ്റ് മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ജി എം ആർ പ്ലസ് എച്ച് ഓൾ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ജി എച്ച് ബൈ ജി കാണുക. ഓക്കെ, സോ ജി എം ബൈ ആർ പ്ലസ് എച്ച് ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ആർ സ്ക്വയർ. അതിൽ ജി എമ്മും ക്യാൻസൽ ആയപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ആർ പ്ലസ് എച്ച് ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഓക്കെ, all square divided by r square എന്ന് കിട്ടും. ഇതിനെ എനിക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാ കിട്ടുക? 1 plus h by r, സോറി ഇത് ഇങ്ങനെയല്ല വരാ. ഓക്കെ, r square divided by ആണ് കേട്ടോ വരാ. ഓക്കെ, r square divided by r plus h all square. ഓക്കെ, സോ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? r plus h divided by r all raised to -2 എന്ന് എനിക്ക് എഴുതാം അല്ലേ? യെസ്, ഇതിനെ ഞാൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് കിട്ടും 1 plus h by r all raised to -2. എങ്ങനെയാ? r by r plus h by r. r by r എന്ന് പറയുമ്പോൾ 1 വരും, h by r all raised to -2. ഓക്കെ അല്ലേ? സോ ജി എച്ചിന്റെ വാല്യൂ എനിക്ക് കിട്ടി. ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എന്താടാ വരാ? ജി ഇൻറ്റു 1 പ്ലസ് അല്ലേ? യെസ്, ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ഓൾ റേസ് ടു -2. ഇതിനെ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും ജി ഇൻറ്റു 1 - 2h ബൈ ആർ എന്ന് വരും. ക്ലിയർ? യെസ്. ഇനി അടുത്ത എന്താ? സെക്കൻഡ് പാർട്ട് എന്താണ്? അറ്റ് വാട്ട് ഹൈറ്റ് എബവ് ദി എർത്ത് സർഫസ് the value of g is same as that in a mine 8 kilometer deep. സിമ്പിൾ അല്ലേ? ഇവിടെ നമുക്കറിയാം ജി എച്ച് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആ? ജി ഡി അല്ലെ? ഡെപ്തിന് ഈക്വൽ ആണ് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജി ഇൻറ്റു 1 - 2h ബൈ ആർ വിച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - d ബൈ ആർ. ഓക്കെ, ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ജിയും പോകുന്നു. സോ 1ന്റെയും പോയി നമുക്ക് കിട്ടി 2h ബൈ ആർ വിച്ച് ഇസ് ഈക്വൽ ടു d ബൈ ആർ എന്ന് വരും. സോ ഫൈനലി നമുക്ക് കിട്ടും എന്താണ്? h ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ 2h ഇസ് ഈക്വൽ ടു d എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പറയാം h ഇസ് ഈക്വൽ ടു d ബൈ 2 എന്ന് കിട്ടും. സോ ഡിന്റെ വാല്യൂ 8 ആണ്. 80 ഡിവൈഡഡ് ബൈ 2 which is equal to 40 kilometer. Okay, 40 kilometer എന്ന് ആൻസർ കിട്ടും. അടുത്തത്
സെയിം ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി സിമ്പിൾ പെൻഡുലം. അതെന്താണ്? T is equal to 2π√L/G എന്നുള്ള ഈ ഒരു ഇക്വേഷൻ എന്താ പറയാ പ്രൂവ് ചെയ്യുക, ഡിറൈവ് ചെയ്യുക. ആൻഡ് ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്, വരച്ചിരിക്കണം. ആൻഡ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം? സെക്കൻഡ്സ് പെൻഡുലത്തിന് നമുക്ക് പറയാം ടൈം പീരീഡ് എന്താണ്? 2s ആണ്. ആൻഡ് അതിന്റെ ലെങ്ത് എത്രയാണ്? 1 മീറ്റർ. ഓക്കെ, സോ കൃത്യമായിട്ട് എഴുതാം. ലെങ്ത് 1 മീറ്റർ എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് തന്നെ എഴുതാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടും കഴിഞ്ഞു. ഇതിന് 1 മാർക്ക് വെയിറ്റേജും ഇതിന് 4 മാർക്ക് വെയിറ്റേജും ആണ്. സോ മറക്കരുത്, കൃത്യമായിട്ട് തന്നെ ഈ ഒരു ഡെറിവേഷൻ വൃത്തിയായിട്ട് തന്നെ എഴുതണം. സോ യെസ്, അപ്പോൾ നമ്മുടെ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്തത്. ഇനിയും ഒരുപാട് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വരുന്നുണ്ട്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാട്ടോ മക്കളെ. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം എന്തുവാണ്, ഇനിയും ഒരു അമേസിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുവാണ്. സോ ഡു സബ്സ്ക്രൈബ് ദ ചാനൽ റൈറ്റ് നൗ. ഓക്കെ, സോ ബൈ ബൈ, താങ്ക് യു സോ മച്ച്.